ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ പലരും ധരിക്കുന്നു ഞാൻ നല്ല അറിവുള്ളാണ്, വിദ്യാഭ്യാസം സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ആളാണ്, എന്നേക്കാൾ അറിവുള്ളവരായി വേറെ ആരുമില്ല. ഇത്തരത്തിലുള്ള ധാരണകൾ നിറഞ്ഞിരിക്കുന്ന പല വ്യക്തികളുമുണ്ട്. വാസ്തവത്തിൽ ആത്മീയമായ തലത്തിലേക്ക് നാം എത്തുമ്പോൾ ഈ അറിവുകൾക്കെല്ലാം അജ്ഞാനം എന്നാണ് പറയുന്നത്. ജ്ഞാനം എന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവാണ്. ലോകത്തെക്കുറിച്ച് നാം എത്ര നേടിയാലും ആ അറിവ് ജ്ഞാനമാകുന്നില്ല. അത് അജ്ഞാനം എന്നാണ്. അജ്ഞാനം നാശം ഭവിക്കുവാനായി നാം വിജ്ഞാനമാർഗം തെരഞ്ഞെടുത്തിടണം. അജ്ഞാനനാശം ഭവിക്കുവാനായി നാം വിജ്ഞാനമാർഗം തെരഞ്ഞെടുത്തിടണം. സദ്ഗുരുതൻ കൃപയാലെ നാം നിത്യവും അഭ്യസിച്ചിടേണം ജ്ഞാനസമ്പാദനം. അനുഭവസ്ഥനായ ആചാര്യന്മാരുടെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് നാം ജ്ഞാന അഭ്യാസം നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്താണ് ജ്ഞാനാഭ്യാസം? അല്ലെങ്കിൽ എന്താണ് ജ്ഞാനം? ആത്മാവിനെ സംബന്ധിച്ച അറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവ് എന്നത് വാസ്തവത്തിൽ ആരാണ്? നാം ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്ന ആ ശക്തി ചൈതന്യവും ആത്മാവും ഒന്നു തന്നെയാണ്. ഓരോ ശരീരത്തെയും ഉണ്ടാക്കുകയും നിലനിർത്തുകയും അതിനെ മാറ്റത്തിന് വിധേയമാക്കുകയും അത് സൂക്ഷ്മതലത്തിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യുന്ന ഒരു ശക്തി വിശേഷം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നടക്കുന്നു. ഈ അറിവാണ് നമുക്ക് നേടേണ്ടത്. ഏതൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്? അതിനെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരു തരത്തിലും അറിയാൻ കഴിയാത്ത അതാണ് ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ചെവി, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അവയ്ക്ക് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇങ്ങനെ 5 വിഷയങ്ങളും. ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി ഈ വിഷയങ്ങളെയെല്ലാം അറിയുന്നത് ചെവി എന്ന ഉപകരണം ഉള്ളതുകൊണ്ടാണ്. ശബ്ദം എന്ന ഒന്നിനെ നാം അറിയുന്നത് തന്നെ. ശബ്ദതരംഗങ്ങളെ കൊണ്ടാണ് ചെവിയുടെ നിർമ്മാണം തന്നെ. അതുപോലെ കണ്ണ് രൂപത്തെ അറിയുന്നതിനാണ്. ആ രൂപതരംഗങ്ങൾ അറിയാൻ പറ്റിയ വിധത്തിലാണ് കണ്ണിൻ്റെ നിർമ്മാണം തന്നെ. ഇപ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും അറിയുന്നതും അനുഭവിക്കുന്നതുമായ ഒരു ശക്തിവിശേഷം നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്. അതാരാണ് എന്ന സത്യം നാം നിരന്തരം ബോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതും ഈ പറയുന്ന ഞാനും ഒന്ന് തന്നെയാണ്. എന്നെ ഞാൻ ദേഹമായി ധരിക്കുന്ന കാലം വരെ എന്നിൽ നിന്നും അന്യമായിട്ടാണ് അതിനെ അറിയുന്നത്. ആ ശക്തി തന്നെയാണ് ഇവിടെ ദേഹമായി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണ നീങ്ങിക്കഴിയുമ്പോൾ ഞാനും അതും ഒന്നാണ് എന്ന സത്യത്തിലേക്ക് നാം എത്തിച്ചേർന്നാൽ, അത് അനുഭവവേദ്യമായാൽ നാം ജ്ഞാനി എന്ന് അറിയപ്പെടുന്നു. അങ്ങനെയുള്ളവരാണ് ജ്ഞാനികൾ. ആത്മാവിനെ സംബന്ധിച്ച അറിവും അത് അനുഭവമായ വ്യക്തികളാണ് ജ്ഞാനികൾ. ജ്ഞാനികൾക്ക് ഈ ലോകത്തിൻ്റെ ഒരു ബാധയും ബാധിക്കുകയില്ല. എപ്രകാരം സ്വപ്നത്തിൽ കണ്ട കാഴ്ചകൾ ഒന്നും തന്നെ
ഉണർന്നു വന്ന ഒരാളെ ബാധിക്കുകയില്ലല്ലോ. അപ്രകാരമാണ് ഈ ലോകവ്യവഹാരങ്ങളെല്ലാം തന്നെ സ്വപ്ന സമാനമാണ് സ്വന്തം സ്വരൂപം തിരിച്ചറിഞ്ഞ ഒരാൾക്ക്. അപ്പോൾ താൻ ആരാണെന്ന പരമസത്യം അന്വേഷിക്കലാണ് ആത്മജ്ഞാനത്തിനുള്ള പോംവഴി. അതാണ് ഇവിടെ അതിന് അനുഭവസ്ഥനായ ഒരാചാര്യൻ്റെ സാന്നിധ്യം നമുക്ക് കൂടിയേ കഴിയൂ. പുസ്തകം വായിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വിഷമമായിരിക്കും. അജ്ഞാനനാശം ഭവിക്കുവാനായി നാം വിജ്ഞാനമാർഗം തെരഞ്ഞെടുത്തിടണം. സദ്ഗുരുതൻ കൃപയാലെ നാം നിത്യവും അഭ്യസിച്ചിടേണം ജ്ഞാനസമ്പാദനം. നിത്യവും നാം ഈ ജ്ഞാനസമ്പാദനത്തിനായി അഭ്യാസം കൂടിയേ കഴിയൂ. ഇത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നതല്ല. നിരന്തരമായ അഭ്യാസവും തത്വവിചാരവും നാം ജ്ഞാനസമ്പാദനത്തിനായി ചെയ്യേണ്ടതാണ്. അജ്ഞാനനാശം ഭവിക്കുവാനായി നാം വിജ്ഞാനമാർഗം തെരഞ്ഞെടുത്തിടണം. സദ്ഗുരുതൻ കൃപയാലെ നാം നിത്യവും അഭ്യസിച്ചിടേണം ജ്ഞാനസമ്പാദനം.